welcome to a new class of Jolly Tutorials. ഇന്ന് നമ്മൾ മാത്സിൻ്റെ ചാപ്റ്റർ 12 ഏരിയാസ് റിലേറ്റഡ് ടു സർക്കിൾസിൻ്റെ കണ്ടിന്യൂഷൻ ആണ് ചെയ്യാൻ പോകുന്നത്. സോ വി ആർ സ്റ്റാർട്ടിങ് എ ന്യൂ ടോപ്പിക് ടുഡേ വിച്ച് ഇസ് ഏരിയാസ് ഓഫ് സെക്ടർ ആൻഡ് സെഗ്മെൻറ്റ് ഓഫ് എ സർക്കിൾ. സോ ഈ സെക്ടറിൻ്റെയും സെഗ്മെൻറ്റിൻ്റെയും ഏരിയാസ് ആണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത് ഈ ടോപ്പിക്കിനകത്ത്. പക്ഷേ അത് പഠിക്കുന്നതിന് മുമ്പ് വി ഹാവ് ടു നോ വാട്ട് ഈസ് സെക്ടർ ആൻഡ് സെഗ്മെൻറ്റ്. സോ നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ സെക്ടർ എന്താണെന്നും സെഗ്മെൻറ്റ് എന്താണെന്നും നോക്കാം. ഇതൊരു സർക്കിളാണ് വിത്ത് സെൻറ്റർ O. ഞാൻ ഈ സർക്കിളിൻ്റെ സെൻറ്ററിൽ നിന്ന് രണ്ട് പോയിന്റ്സ് എയും ബിയും എന്ന് പറഞ്ഞ രണ്ട് പോയിന്റ്സിലോട്ട് ഒരു ലൈൻ സെഗ്മെൻറ്റ് വരയ്ക്കുക. അപ്പം ഇതെന്താ, ഇതിൻ്റെ ഒരു റേഡിയസും ഇതിൻ്റെ സെക്കൻഡ് റേഡിയസും. ഇത് റേഡിയസ് നമ്പർ 1ഉം ഇത് റേഡിയസ് നമ്പർ 2. അപ്പം ഈ രണ്ട് റേഡിയസും ഞാനിവിടെ കൺസ്ട്രക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി സെക്ടർ എന്താണെന്ന് വെച്ചാൽ ഇറ്റ്സ് ദ പാർട്ട് ഓഫ് ദ സർക്കുലർ റീജിയൻ എൻക്ലോസ്ഡ് ബൈ 2 റേഡിയസ് ആൻഡ് ദ കറസ്പോണ്ടിങ് ആർക്ക്. ഈ രണ്ട് റേഡിയസിന് ഞാനിങ്ങനെ രണ്ട് പോയിന്റ് വരച്ചു കഴിയുമ്പം അതിൻ്റെ നടുക്കൊരു ആർക്ക് ഉണ്ടായിരിക്കുമല്ലോ, ആ ഒരു ആർക്കും ആ രണ്ട് റേഡിയസും കൂടെ ജോയിൻ ചെയ്യുന്ന അത്രയും ഏരിയ, ഇതിനാണ് നമ്മൾ സെക്ടർ എന്ന് പറയുന്നത്. സോ ഈ കേസിനകത്ത് നോക്കുവാണെങ്കിൽ OAPB, this is a sector. OAPB is a sector. ആൻഡ് പിന്നെ നമ്മൾ ഡിഫൈൻ ചെയ്യാൻ പോകുന്ന ആംഗിൾ ഓഫ് സെക്ടർ എന്താണെന്ന്, ഈ ആംഗിളിൽ ഈ രണ്ട് റേഡിയസ് ഈ സെൻട്രൽ ഉണ്ടാക്കുന്ന ഈ ആംഗിളാണ് ആംഗിൾ ഓഫ് സെക്ടർ എന്ന് നമ്മൾ പറയുന്നത്. അപ്പം അത് ഏത് ആംഗിളാണ്? ആംഗിൾ AOB. നൗ ജസ്റ്റ് തിങ്ക്, ഇത് ഞാൻ രണ്ട് റേഡിയസും ഈ ഒരു ആർക്കും കൂടെ കൺസിഡർ ചെയ്തപ്പോൾ ഇതൊരു സെക്ടർ ആണെന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഈ രണ്ട് റേഡിയസും ഈ ആർക്കും ഞാൻ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ, ഈ കുഞ്ഞാർക്ക് കൺസിഡർ ചെയ്യുന്നതിന് പകരം ഈ വലിയ ആർക്ക് ഞാൻ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അതും ഒരു സെക്ടർ അല്ലേ? സെക്ടറിൻ്റെ ഡെഫിനിഷൻ ഇത്രയല്ലേ ഉള്ളൂ. രണ്ട് റേഡിയസും കൂടാതെ ആ രണ്ട് റേഡിയസിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആർക്കും കൂടെ ചേരുന്ന റീജൻ ആണ് സെക്ടർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ചെറിയ ആർക്ക് കൺസിഡർ ചെയ്യാതെ എനിക്ക് വലിയ ആർക്ക് വേണമെങ്കിലും കൺസിഡർ ചെയ്യാമല്ലോ. ഇങ്ങനെ രണ്ട് റേഡിയസും ഉണ്ട്, വലിയ ആർക്കും ഉണ്ട്. അപ്പം ഇതും ഒരു സെക്ടർ. അപ്പം ഈ ഒരു സർക്കിളിനകത്ത് ഒരു കുഞ്ഞു സെക്ടറും ഉണ്ട്, ഒരു വലിയ സെക്ടറും ഉണ്ട്. വലിയ സെക്ടർ എന്ന് നമ്മൾ പറയുന്നത് മേജർ സെക്ടർ, കുഞ്ഞു സെക്ടർ ഇസ് ദ മൈനർ സെക്ടർ. സോ OAQB, OAQ and B, this is the major sector and OAPB is the minor sector. ഇനി ഞാൻ പറഞ്ഞായിരുന്നു ആംഗിൾ ഓഫ് ദ മൈനർ സെക്ടർ എന്ന് പറയുന്നത് AOB, ഈ ആംഗിളാണ്. ഓക്കെ, അപ്പം ആംഗിൾ ഓഫ് ദ മേജർ സെക്ടർ എന്തായിരിക്കും? ഈ ആംഗിൾ അല്ലേ, ആംഗിൾ ഓഫ് ദ മേജർ സെക്ടർ. അതിൻ്റെ മെഷർമെൻറ്റ് ആംഗിൾ ഓഫ് ദ മേജർ സെക്ടർ നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഇത് ഫുൾ കംപ്ലീറ്റ് ഈ ഒരു ആംഗിൾ എത്രയാണെന്ന് വെച്ചാൽ 360 ഡിഗ്രിയാണ്. അപ്പം ഈ കംപ്ലീറ്റ് 360 ഡിഗ്രിയിൽ നിന്ന് ഇത്രയും ആംഗിൾ സബ്ട്രാക്ട് ചെയ്യുകയാണെങ്കിൽ എനിക്ക് ഇത്രയും വേണ്ടത് കിട്ടുമല്ലോ. സോ ആംഗിൾ ഓഫ് ദ മേജർ സെക്ടർ ഇസ് 360 ഡിഗ്രി മൈനസ് ആംഗിൾ ഓഫ് ദ മൈനർ സെക്ടർ വിച്ച് ഇസ് ആംഗിൾ AOB. So that is the all the informations about sector. ഇനി നമുക്ക് അടുത്ത സെഗ്മെന്റ് എന്താണെന്ന് നോക്കാം. സിമിലർലി സെക്ടറിനകത്ത് രണ്ട് റേഡിയസും ആർക്കും ആയിരുന്നു നമ്മൾ കൺസിഡർ ചെയ്തത്. പക്ഷേ ഒരു കോഡ്, നമ്മളുടെ ഈ സർക്കിളിനകത്ത് നമ്മളൊരു കോഡ് വരയ്ക്കുക AB എന്ന് പറഞ്ഞ്, അന്നേരം ഈ കോഡും അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആർക്കും കൂടെ ചേർന്നാൽ എന്താകും? സെഗ്മെന്റ് ആകും. സോ രണ്ട് റേഡിയസും ആർക്കും കൂടെ ചേർന്ന സെക്ടർ, ഒരു കോഡും ആർക്കും കൂടെ ചേർന്ന സെഗ്മെന്റ്. സോ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതിനകത്ത് APB മൈനർ സെഗ്മെന്റ്, കുഞ്ഞു സെഗ്മെന്റ്. അപ്പം ഈ ഒരു കോഡും ഇതിൻ്റെ വലിയ ആർക്കും ഞാൻ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഈ AQB എന്ന് പറയുന്നതാണ് നമ്മളുടെ മേജർ സെഗ്മെന്റ്. സോ ദാറ്റ് ഈസ് അബൌട്ട് സെഗ്മെന്റ്. ഇനി നിങ്ങൾ നോട്ട് ചെയ്യേണ്ട ഒരു കാര്യം, നമ്മളിപ്പം ക്വസ്റ്റ്യനകത്തോ അല്ലെങ്കിൽ എക്സാമ്പിളിനകത്തൊക്കെ നമ്മൾ സെക്ടർ സെഗ്മെന്റ് എന്ന് മാത്രമാണ് മെൻഷൻ ചെയ്യുന്നതെങ്കിൽ അവിടെ ഒക്കെ നമ്മൾ മൈനർ സെഗ്മെന്റ് അല്ലെങ്കിൽ മൈനർ സെക്ടറിനെയാണ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്. മേജർ സെക്ടർ അല്ലെങ്കിൽ മേജർ സെഗ്മെന്റ് എന്ന് എടുത്ത് പറയുന്നത് വരെ നമ്മൾ സെക്ടർ അല്ലെങ്കിൽ സെഗ്മെന്റ് എന്ന് പറയുമ്പം മൈനർ സെഗ്മെന്റിനെയും മൈനർ സെക്ടറിനെയാണ് കൺസിഡർ ചെയ്യേണ്ടത്. അൺലെസ് സ്റ്റേറ്റഡ് അതർവൈസ്. ഇപ്പം ആ ക്വസ്റ്റ്യനകത്ത് അവർ മേജർ സെക്ടർ അല്ലെങ്കിൽ മേജർ സെഗ്മെന്റ് എന്ന് എടുത്ത് പറയുവാണെങ്കിൽ then we have to consider this one or this one. Otherwise, if they are only mentioning sector and segment, we have to consider the minor one. So that is the introduction about sector and segment. Now let's go and
find the areas of sector and segment. Next നമ്മുടെ ഏരിയ ഓഫ് സെക്ടർ ആണ് കണ്ടുപിടിക്കാൻ പോകുന്നത്. ഇതിനായിട്ട് ആദ്യം ഞാനൊരു സർക്കിൾ കൺസിഡർ ചെയ്യുക. സർക്കിൾ വിത്ത് സെന്റർ O, ആൻഡ് ഈ സർക്കിളിന് ഞാൻ രണ്ട് റേഡിയസ് വരച്ചിട്ടുണ്ട് ടു 2 പോയിന്റ്സ് A ആൻഡ് B. ആൻഡ് ഈ ആംഗിൾ ഓഫ് ദ സെക്ടർ എന്ന് പറയുന്നത് നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്നത് തീറ്റ ആണ്, ആൻഡ് റേഡിയസിന്റെ മെഷർമെന്റ് R ആണ്. സോ ലെറ്റ് OAPB be a sector of circle with center O and radius R, and let AOB equal to theta. ഇതെഴുതിയിരിക്കുന്നത് തീറ്റ എന്നാണ്. സോ ഇത്രയും നമ്മൾ അസ്യൂം ചെയ്തേക്കാം. ഇനി നമുക്ക് അറിയാം ഏരിയ ഓഫ് എ സർക്കിൾ പൈ ആർ സ്ക്വയർ ആണെന്ന്. അതായത് ഈ മുഴുവൻ ഈ സർക്കുലർ റീജിയന്റെ ഫുൾ ഏരിയ പൈ ആർ സ്ക്വയർ. നമുക്ക് കണ്ടുപിടിക്കേണ്ട ഇത്രയും ഒരു പോർഷന്റെ ഏരിയ ആണ്. അതിനുവേണ്ടി നമുക്ക് ഈ റേഡിയസിനെ ഞാൻ ഇതിങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് ഇങ്ങോട്ട് കൊണ്ടുവരിക, ഇതിനെ എക്സ്റ്റെൻഡ് ചെയ്ത് ഇങ്ങോട്ട് കൊണ്ടുവരിക. അപ്പൊ ഇത് ഒരു കംപ്ലീറ്റ് സർക്കിൾ ആകുമല്ലോ. ഇതിനെ രണ്ടിനെ ഇങ്ങനെ പിടിച്ച് മണ്ടയിലോട്ട് കൊണ്ടുവരുവാണെങ്കിൽ ഫുൾ ഒരു സർക്കിൾ തന്നെ ആവുമല്ലോ. സോ ആസ് സർക്കിൾ ക്യാൻ ബി കൺസിഡേർഡ് എ സെക്ടർ വിത്ത് 360 ഡിഗ്രി. ഇപ്പൊ ഇവിടെ ഇത്രയും നിൽക്കുന്ന തീറ്റയാണ്. ഇതിനെ രണ്ടിനെ ഞാൻ പിടിച്ച് ഇവിടെ കൊണ്ടുവരുവാണെങ്കിൽ കംപ്ലീറ്റ് ഈ ഒരു ആംഗിൾ ആയിരിക്കുമല്ലോ നമ്മളുടെ ആംഗിൾ ഓഫ് ദി സെക്ടർ എന്ന് പറയുന്നത്. സോ ഒരു സർക്കിളിനെ നമുക്ക് സെക്ടർ ആയിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റും. പക്ഷെ അതിന്റെ ആംഗിൾ ഓഫ് സെക്ടർ എത്രയായിരിക്കും? 360 ഡിഗ്രി. സോ എ സർക്കിൾ ക്യാൻ ബി കൺസിഡേർഡ് ആസ് എ സെക്ടർ വിത്ത് 360 ഡിഗ്രി. ഇനി നമ്മൾ യൂണിറ്ററി മെത്തേഡ് അപ്ലൈ ചെയ്തിട്ടാണ് നമ്മൾ ഇത്രയും ഒരു പോർഷന്റെ ഏരിയ കണ്ടുപിടിക്കാൻ പോകുന്നത്. നമ്മളുടെ സെക്ടറിന്റെ ആംഗിൾ 360 ഡിഗ്രി ആണെങ്കിൽ ഇതെന്താണ്? സർക്കിൾ തന്നെയാണ്. ഓക്കെ, അപ്പം നമ്മളുടെ സെക്ടറിന്റെ ആംഗിൾ 360 ഡിഗ്രി ആണെങ്കിൽ, അതായത് ഇത് കംപ്ലീറ്റ് ആ സർക്കിളിനെ തന്നെ നമ്മൾ കൺസിഡർ ചെയ്യുവാണെങ്കിൽ നമുക്കറിയാം സർക്കിളിന്റെ ഏരിയ പൈ ആർ സ്ക്വയർ ആണെന്ന്. വേർ ആർ ഇസ് ദ റേഡിയസ് ഓഫ് എ സർക്കിൾ. സോ 360 ഡിഗ്രി ആണെങ്കിൽ അപ്പം ഏരിയ എന്താകും? പൈ ആർ സ്ക്വയർ ആകും. ഇനി എനിക്ക് യൂണിറ്ററി മെത്തേഡ് യൂസ് ചെയ്ത് ഞാൻ ഇതിന് കണ്ടുപിടിക്കാൻ പോകുന്നത് ഈ 360 ഡിഗ്രി അല്ല, എനിക്ക് തീറ്റ ഡിഗ്രി ആകുമ്പോൾ എത്രയാണ് ഏരിയ എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ആദ്യം ഞാൻ 1 ഡിഗ്രിയുടെ ഏരിയ കണ്ടുപിടിക്കണം. അതിന് എന്ത് ചെയ്യണം? ഈ 360നെ 1 ആക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഡിവൈഡഡ് ബൈ 360 ചെയ്താൽ പോരെ. ഒരു സൈഡ് ഡിവൈഡഡ് ബൈ 360 ചെയ്യുമ്പോൾ നമുക്ക് നമ്മളുടെ ലെഫ്റ്റ് സൈഡ് ചെയ്യുമ്പോൾ റൈറ്റ് സൈഡും ചെയ്തേ പറ്റത്തുള്ളൂ, അല്ലെങ്കിൽ അത് ഇക്വേഷൻ കറക്റ്റ് ആവത്തില്ല. സോ 360 ഡിഗ്രി ആകുമ്പം ഏരിയ പൈ ആർ സ്ക്വയർ. അങ്ങനെയാണെങ്കിൽ ഞാൻ ഇതിനെ 360 ഡിവൈഡഡ് ബൈ 360 ചെയ്യുമ്പോൾ ഏരിയ എത്രയാകും? പൈ ആർ സ്ക്വയർ ഡിവൈഡഡ് ബൈ 360 ആകും. 360 ഡിവൈഡഡ് ബൈ 360 എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം എന്താ? 1 ഡിഗ്രി. അപ്പം നമ്മളുടെ ഏരിയ എന്താകും? പൈ ആർ സ്ക്വയർ ഡിവൈഡഡ് ബൈ 360. ഇനി തീറ്റ ഡിഗ്രി കിട്ടണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം? 1 ഇൻറ്റു തീറ്റ ചെയ്താൽ പോരെ. 1 ഡിഗ്രി ഇൻറ്റു തീറ്റ ചെയ്താൽ നമുക്ക് തീറ്റ ഡിഗ്രിയുടെ മെഷർമെന്റ് കിട്ടും. അപ്പം തീറ്റ ഈക്വൽ ടു 1 ഇൻറ്റു തീറ്റ. സോ ദെയർഫോർ ഈ 1 ഡിഗ്രി ആംഗിൾ ആകുമ്പോൾ നമ്മളുടെ ഏരിയ പൈ ആർ സ്ക്വയർ ഡിവൈഡഡ് ബൈ 360 ആണ്. അപ്പം തീറ്റ ഡിഗ്രി ആണെങ്കിൽ എന്ത് ചെയ്യണം? ഇവിടെയും മൾട്ടിപ്ലൈഡ് ബൈ തീറ്റ ചെയ്യണം. അപ്പോൾ ഒരു സൈഡ് ചെയ്താൽ മാത്രം മതിയോ? പോരാ. അപ്പൊ ഈ സൈഡ് നമ്മൾ മൾട്ടിപ്ലൈഡ് ബൈ തീറ്റ ചെയ്യണം. സോ തീറ്റ ഡിഗ്രി ആകുമ്പോൾ നമ്മളുടെ ഏരിയ എന്ന് പറയുന്നത് പൈ ആർ സ്ക്വയർ ഡിവൈഡഡ് ബൈ 360 ഇൻറ്റു തീറ്റ. സോ ഇതാണ് നമ്മളുടെ ശരിക്കുള്ള, ഇത് ജസ്റ്റ് എങ്ങനെ ഈ ഫോർമുലയിലോട്ട് വന്നു എന്നുള്ളൊരു പ്രൂഫാണ്. ഇത് അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. ഇതിനകത്ത് ഇമ്പോർട്ടൻ്റ് കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഈ ഫോർമുല ഓർത്തിരിക്കണം. ദിസ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. സോ ദ ഫോർമുല ഏരിയ ഓഫ് സെക്ടർ ഓഫ് ആംഗിൾ തീറ്റ ഈക്വൽ ടു തീറ്റ ഡിവൈഡഡ് ബൈ 360 ഇൻറ്റു പൈ ആർ സ്ക്വയർ. നമുക്ക് ഇങ്ങനെ ഇത് നമ്മൾ പ്രൂവ് ചെയ്തെടുത്തെങ്കിലും അതിന് ഇച്ചിരി കൂടെ ഭംഗിയായിട്ടുള്ള രീതിയിൽ ഇതാക്കിയെന്നേ ഉള്ളൂ. നമ്മൾ ആ ഡിഗ്രീസ് രണ്ടും ഒരു സൈഡിൽ ഇട്ടിട്ട് മൾട്ടിപ്ലൈഡ് ബൈ പൈ ആർ സ്ക്വയർ എന്ന് എഴുതാം. അപ്പം ഇത് ഓർക്കാനും അപ്പം എളുപ്പം. നിങ്ങൾക്ക് ഈ സെക്ടറിന്റെ ആണ് നിങ്ങൾക്ക് ഏരിയ കണ്ടുപിടിക്കേണ്ടത്. അതിന് എന്ത് ചെയ്യണം? ഈ സെക്ടറിന്റെ ആംഗിൾ എത്രയാ? തീറ്റ. ടോട്ടൽ കംപ്ലീറ്റ് ആംഗിൾ എത്രയാ? 360 ഡിഗ്രി. അപ്പം 360 കംപ്ലീറ്റിൽ നിന്ന് എനിക്ക് തീറ്റ ആംഗിളിന്റെ മാത്രം ഏരിയ കണ്ടുപിടിച്ചാൽ മതി. ശരിക്കും നമ്മളുടെ 360 ആയിരുന്നെങ്കിൽ നമ്മളുടെ ഏരിയ എത്രയായാലേ? പൈ ആർ സ്ക്വയർ. അതായത് 360 ഡിഗ്രി ആയിരുന്നു, അത് നമ്മുടെ ഫുൾ സർക്കിൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ 360 ഡിവൈഡഡ് ബൈ 360 ഇൻറ്റു പൈ ആർ സ്ക്വയർ. അപ്പൊ ഇത് 1 ആകും, നമുക്ക് ഏരിയ കിട്ടും പൈ ആർ സ്ക്വയർ. പക്ഷെ ഇവിടെ എനിക്ക് 360 മുഴുവൻ അല്ലല്ലോ വേണ്ട, എനിക്ക് ഈ ഒരു സെക്ടറിന്റെ മാത്രം ഏരിയ പോരും. സോ ഈ സെക്ടറിന്റെ ആംഗിൾ എത്ര ഇത് ഉണ്ടാക്കുന്നത്? തീറ്റ ഡിവൈഡഡ് ബൈ 360
എന്ന് വെച്ചാൽ തീറ്റ ഔട്ട് ഓഫ് 360 എന്ന് ഓർത്താൽ മതി. 3 theta divided by 360 multiplied by pi r square. So that is the area of sector of angle theta. അടുത്ത നമ്മൾ ഒരു സെക്ടറിൻ്റെ ആ സെക്ടറിനകത്ത് രണ്ട് റേഡിയസിൻ്റെ നടുക്ക് വരുന്ന ആർക്ക് ഉണ്ടല്ലോ, കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആർക്ക്, ആ ആർക്കിൻ്റെ ലെങ്ത് എത്രയാണെന്നാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്, അതിൻ്റെ ജനറൽ ഫോർമുല. സോ ലെങ്ത് ഓഫ് എൻ ആർക്ക് ഓഫ് എ സെക്ടർ വിച്ച് മീൻസ് ദാറ്റ് നമുക്ക് ഈ APB എന്ന് പറഞ്ഞ ഈ ആർക്കിൻ്റെ ലെങ്ത് ആണ് നമ്മളിനി കണ്ടുപിടിക്കാൻ പോകുന്നത്. സോ ഈ ഒരു കംപ്ലീറ്റ് ഒരു സർക്കിളിൻ്റെ ലെങ്ത് എന്ന് വെച്ചാൽ എന്താ, അതിൻ്റെ അർത്ഥം ഇപ്പം ഈ പോയിന്റ് P ഞാൻ തുടങ്ങുവാണെങ്കിൽ ഇങ്ങനെ ഞാൻ ട്രാവൽ ചെയ്ത് Pയിൽ തന്നെ വന്ന് നിൽക്കുമ്പോൾ ഞാൻ കവർ ചെയ്യുന്ന ഡിസ്റ്റൻസ് എത്രയാണ്, അതാണ് സർക്കംഫറൻസ്. നമ്മൾ ഫസ്റ്റ് ക്ലാസ്സിൽ പഠിച്ചായിരുന്നു. സോ അതാണ് whole length of the circle which is circumference which is obviously 2 pi r. We know that. ഇവിടെ ഈ സർക്കിളിനകത്ത് റേഡിയസ് എന്ന് പറയുന്ന r. So the circumference is 2 pi r. ഇത് എപ്പോഴാണ് ഇത് ഹോൾ ലെങ്ത് 2 pi r ആവുന്നത്? നമ്മൾ സർക്കിളിനെ ഒരു സെക്ടർ ആയിട്ട് കൺസിഡർ ചെയ്തിട്ട് അപ്പം നമ്മളുടെ തീറ്റയുടെ വാല്യൂ എത്രയാകും? ആ കംപ്ലീറ്റ് സർക്കിളിൻ്റെ നടുക്കലത്തെ ആ ആംഗിൾ എത്രയാണ്? 360 ഡിഗ്രി അല്ലേ? സോ ആ 360 ഡിഗ്രി ആംഗിൾ വരുമ്പോൾ നമ്മളുടെ ലെങ്ത് എത്രയാവും? 2 pi r. എന്ന് വെച്ചാൽ when angle of sector is equal to 360 degree, then we get the sector as a whole circle and the length of the whole circle which is the circumference is 2 pi r. So നമ്മൾ മുമ്പേ ചെയ്ത പോലെ തന്നെ യൂണിറ്ററി മെത്തേഡ് യൂസ് ചെയ്തിട്ട് ആംഗിളും ലെങ്ത് ഓഫ് ആർക്കും എഴുതാൻ പോവാം. ആംഗിൾ 360 ഡിഗ്രി ആകുമ്പോൾ നമ്മുടെ ലെങ്ത് ഓഫ് ആർക്ക് 2 pi r ആണെന്ന് നമ്മളിവിടെ കണ്ടു. ഇനി ആംഗിൾ 1 ഡിഗ്രി ആകുമ്പോൾ എന്താകും? ഇത് 360നെ 1 ആക്കണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം? ഡിവൈഡഡ് ബൈ 360 ചെയ്യണം. അപ്പൊ ഇവിടെ ചെയ്യുന്നുണ്ട്, ഇവിടെയും ഡിവൈഡഡ് ബൈ 360 ചെയ്യണം. സോ 1 ഡിഗ്രി ആകുമ്പോൾ ഇത് 2 pi r ഡിവൈഡഡ് ബൈ 360 ആകും. ഇനി എനിക്ക് ശരിക്കും നമ്മുടെ സെക്ടറിന്റെ ആംഗിൾ എത്രയാ? തീറ്റ ഡിഗ്രിയാ, തീറ്റ ഡിഗ്രി. സോ 1ൽ നിന്ന് അത് തീറ്റ ആവണമെങ്കിൽ എന്താ ചെയ്യണ്ടേ? 1 ഇൻറ്റു തീറ്റ ചെയ്താൽ പോരെ? ഇവിടെ ഇൻറ്റു തീറ്റ ചെയ്യുമ്പോൾ ഇവിടെ നമ്മൾ തീറ്റ വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം. സോ തീറ്റ ഡിഗ്രി ആകുമ്പോൾ എന്താകും? ഇത് 2 pi r ഡിവൈഡഡ് ബൈ 360 മൾട്ടിപ്ലൈഡ് ബൈ തീറ്റ. സോ ഇതാണ് നമ്മളുടെ ഫൈനൽ ഫോർമുല. ലെങ്ത് ഓഫ് ആൻ ആർക്ക് ഓഫ് എ സെക്ടർ ഇസ് ഈക്വൽ ടു നമ്മൾ മുമ്പ് എഴുതിയ പോലെ തന്നെ തീറ്റ ഡിവൈഡഡ് ബൈ 360 ഇൻറ്റു 2 pi r. ഇതാണ് നമ്മളുടെ ഈ സെക്ഷനിലെ ഫോർമുല. അപ്പം നമ്മൾ മുമ്പേ പഠിച്ചത് ഏരിയ ഓഫ് എ സെക്ടർ ആയിരുന്നു. അതിൻ്റെ ഫോർമുല എന്തായിരുന്നു? തീറ്റ ഡിവൈഡഡ് ബൈ 360 ഇൻറ്റു pi r സ്ക്വയർ. നോക്ക്, ഇത് സിമിലാരിറ്റി ഇല്ലേ? നമ്മുടെ സർക്കിളിൻ്റെ ഏരിയ എന്ന് വെച്ചാൽ pi r സ്ക്വയർ. അപ്പോൾ സെക്ടറിൻ്റെ ഏരിയ എന്ന് പറയുമ്പോൾ തീറ്റ ഡിവൈഡഡ് ബൈ 360 ഇൻറ്റു pi r സ്ക്വയർ. സർക്കിളിൻ്റെ സർക്കംഫറൻസ് അല്ലെങ്കിൽ കംപ്ലീറ്റ് ലെങ്ത് എന്ന് പറയുമ്പോൾ 2 pi r. അങ്ങനെ നമ്മുടെ അതപ്പം അത് വെച്ച് റിലേറ്റ് ചെയ്ത് നോക്കുമ്പോൾ നമ്മുടെ സെക്ടറിൻ്റെ കംപ്ലീറ്റ് ആർക്കിൻ്റെ ലെങ്ത് എത്ര? തീറ്റ ഡിവൈഡഡ് ബൈ 360 ഇൻറ്റു 2 pi r. സോ ഇങ്ങനെ റിലേറ്റ് ചെയ്തിട്ട് നിങ്ങൾ പഠിച്ചാൽ മതി. ഈ ഒരു ടോപ്പിക്കിനകത്ത് നമുക്ക് ഒരു സെക്ഷനും കൂടെ കവർ ചെയ്യണം. അത് ഈ ഫിഗർ യൂസ് ചെയ്തിട്ട് നമുക്ക് കവർ ചെയ്യാവുന്നതാണ്. which is the area of a segment. ഈ ഒരു ഫിഗറിനകത്ത് സെഗ്മെന്റ് എന്താ? ഇതല്ലേ ഞാൻ പറഞ്ഞായിരുന്നു. നമ്മൾ ചുമ്മാ സെഗ്മെന്റ് എന്ന് മാത്രം പറയുമ്പോൾ നമ്മൾ മൈനർ സെഗ്മെന്റിനെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. സോ ഏരിയ ഓഫ് സെഗ്മെന്റ്, ഇവിടുത്തെ നമ്മളുടെ സെഗ്മെന്റ് എന്താണ്? APB. APB in this case is equal to, നമുക്ക് ഏരിയ ഓഫ് എ സെക്ടർ എങ്ങനെ കണ്ടുപിടിക്കാൻ നമുക്ക് ഓൾറെഡി അറിയാം. സോ ഇത് നോക്കിക്കേ, ഇത് കംപ്ലീറ്റ് എന്ന് പറഞ്ഞാൽ ഏരിയ ഓഫ് എ സെക്ടറാണ്. ആൻഡ് ഇതൊരു ട്രയാങ്കിൾ അല്ലേ? സോ ഈ ഏരിയ ഓഫ് എ സെക്ടറിൽ നിന്ന് ഏരിയ ഓഫ് ദ ട്രയാങ്കിൾ സബ്ട്രാക്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ സെഗ്മെന്റിന്റെ ഏരിയ കിട്ടത്തില്ലേ? അതാണ് നമ്മളുടെ ഫോർമുല. ഏരിയ ഓഫ് എ സെഗ്മെന്റ് ഈക്വൽ ടു ഏരിയ ഓഫ് ദ സെക്ടർ. സെക്ടർ ഏതാ ഇതിനകത്ത്? OAPB മൈനസ് ഏരിയ ഓഫ് ദ ട്രയാങ്കിൾ. നമ്മുടെ ട്രയാങ്കിൾ എന്താ? AOB. സോ നോക്കൂ, നമ്മൾ ഇവിടെ ചെയ്തത് സിമ്പിളാണ്.
ഈ കംപ്ലീറ്റ് സെഗ്മെന്റിന്റെ വാല്യൂ നമുക്ക് കംപ്ലീറ്റ് സെക്ടറിന്റെ ഏരിയ നമുക്കറിയാം. സോ ഈ ഏരിയയിൽ നിന്ന് ഞാൻ ഈ ട്രയാങ്കിളിന്റെ ഏരിയ സബ്ട്രാക്ട് ചെയ്തു. അപ്പൊ എനിക്ക് ഇതിന്റെ വാല്യൂ കിട്ടത്തില്ലേ? അതാണ് നമ്മളുടെ ഫോർമുല. ഏരിയ ഓഫ് എ സെഗ്മെന്റ് APB ഈക്വൽ ടു ഏരിയ ഓഫ് ദ സെക്ടർ OAPB മൈനസ് ഏരിയ ഓഫ് ദ ട്രയാങ്കിൾ. സോ ദാറ്റ് ഈസ് ദ എൻഡ് ഓഫ് ദിസ് സെക്ഷൻ. അടുത്ത നമ്മൾ നോട്ട് ചെയ്യേണ്ട 2 കുഞ്ഞു പോയിന്റ്സ് ഉണ്ട്. ഫസ്റ്റ് വൺ ഈസ് ഏരിയ ഓഫ് എ മേജർ സെക്ടർ. ഇപ്പൊ നമുക്ക് മൈനർ സെക്ടർ തന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ വാല്യൂ അല്ലെങ്കിൽ നമ്മൾക്ക് കണ്ടുപിടിക്കാനുള്ള എല്ലാ ഇൻഫർമേഷനും തന്നിട്ടുണ്ട്. നമുക്ക് മൈനർ സെക്ടർ കണ്ടുപിടിക്കാനായിട്ടുള്ള ഫോർമുല അറിയാം. 30 തീറ്റ ഡിവൈഡഡ് ബൈ 360 മൾട്ടിപ്ലൈഡ് ബൈ πr². അപ്പൊ അങ്ങനെ നമുക്ക് ഏരിയ ഓഫ് എ മൈനർ സെക്ടർ കണ്ടുപിടിക്കാൻ പറ്റുമെങ്കിൽ നമുക്ക് ഏരിയ ഓഫ് എ മേജർ സെക്ടർ എങ്ങനെ കണ്ടുപിടിക്കാം? πr² മൈനസ് ഏരിയ ഓഫ് മൈനർ സെക്ടർ. ഇവിടെ πr² എന്ന് വെച്ചാൽ എന്താ? ഏരിയ ഓഫ് ദ സർക്കിൾ, അതാണ് πr². എന്ന് വെച്ചാൽ നിങ്ങൾ ഈ കോൺസെപ്റ്റ് നിങ്ങൾ മനസ്സിലാക്കണം. ഇത് നമ്മളുടെ ഇത് നമ്മളുടെ സർക്കിൾ വിത്ത് സെന്റർ O, 2 റേഡിയസ് A and B. ദിസ് ഇസ് P പോയിന്റ് ആൻഡ് ദിസ് ഇസ് Q പോയിന്റ്. ഇവിടെ ഇത് നമ്മളുടെ മൈനർ സെക്ടർ, ഇത് നമ്മളുടെ മേജർ സെക്ടർ. അപ്പം ഇതിന്റെ ഈ ടോട്ടൽ ഏരിയ എന്ന് വെച്ചാൽ എന്താ? ഏരിയ ഓഫ് എ സർക്കിൾ അല്ലേ, അതാണ് πr² മൈനസ് എനിക്ക് കണ്ടുപിടിക്കേണ്ട ഇത്രയും റീജിയന്റെ ഏരിയ ആണ്. അപ്പം ടോട്ടലിൽ നിന്ന് ഈ ഒരു ഏരിയ സബ്ട്രാക്ട് ചെയ്താൽ എനിക്ക് ഇത് എത്രയാണെന്ന് കണ്ടുപിടിക്കാമല്ലോ. സോ ഇതിന്റെ ഏരിയ എന്താണ്? ഏരിയ ഓഫ് മൈനർ സെക്ടർ. So that is the formula to find area of the major sector. Similar way, area of major segment equal to πr² minus area of minor segment. എന്ന് വെച്ചാൽ നമ്മളുടെ ടോട്ടൽ സർക്കിളിന്റെ ഏരിയ നമുക്ക് ആദ്യം കണ്ടുപിടിക്കണം πr² യൂസ് ചെയ്ത്. അതിൽ നിന്ന് നമ്മൾ മൈനർ സെഗ്മെന്റിന്റെ ഏരിയ സബ്ട്രാക്ട് ചെയ്യുവാണെങ്കിൽ നമുക്ക് മേജർ സെഗ്മെന്റിന്റെ ഏരിയ കിട്ടും. സോ ദാറ്റ് ഈസ് ദ എൻഡ് ഓഫ് ദിസ് സെക്ഷൻ. Now we have to solve the example and exercise questions. Let's meet in the next class. Till then, bye.